നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ മുൻകൂട്ടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിച്ചുവാരി ഒതുക്കി ക്ലീൻ ആക്കി സെറ്റാക്കി വെക്കും. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി കടന്നു വരാൻ വേണ്ടി നമ്മൾ എത്രമാത്രം നമ്മൾ ഒരുങ്ങുന്നുണ്ട്, നമ്മുടെ ആത്മാവിനെ വിശുദ്ധമാക്കി തീർക്കുന്നുണ്ട്. കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മുടെ പാപങ്ങളെ കഴുകി കളഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഒരുങ്ങുന്നുണ്ട്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 56-ാം തിരുവചനത്തിലെ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും ഈശോ കടന്നു വരുന്നുണ്ട്. ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. അങ്ങനെ ഈശോ വസിക്കാൻ തക്ക വിധത്തില് നമ്മൾ ഗസ്റ്റ് വരുമ്പോ ഒരുങ്ങിയതിനേക്കാൾ എത്രമാത്രം വിശേഷമായിട്ട് ഒരുങ്ങേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കുമ്പസാരം എന്ന കൂദാശയിലൂടെ, അനുദിന ജീവിതത്തിലെ നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട്, ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഈശോയ്ക്ക് അനുയോജ്യമായ ഒരു ഇടമാക്കി നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും മനസ്സൊക്കെ മാറ്റി തീർക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമിക്കാം. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.